വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്യൂ ക്യാമി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സിഗ്മയുടെ 50mm 1.2 ലെൻസസുമായിട്ടാണ്. അപ്പോൾ ഈ ലെൻസ് സോണിയുടെ ഇ മൗണ്ടിനും അതുപോലെ തന്നെ ലുമിക്സിൻ്റെ എൽ മൗണ്ടിലും അവൈലബിൾ ആണ്. മാത്രമല്ല നമുക്ക് ഒരിക്കൽ ഇ മൗണ്ട് ലെൻസാണ് വാങ്ങുന്നതെങ്കിൽ പോലും സിഗ്മയുടെ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ ക്യാമറ കണക്ട് ചെയ്യുന്ന ബ്രാസ് പാർട്ട് മാറ്റി എൽ മൗണ്ട് ആക്കാനും പറ്റുന്നൊരു സാധ്യത കൂടെ DGDN സീരീസ് ലെൻസുകൾ കൊണ്ട്. DGDN സീരീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, നേരത്തെ DG എന്ന് പറയുന്ന സീരീസിലായിരുന്നു സിഗ്മയുടെ ലെൻസ് വന്നിരുന്നത്. കാനോണിന് ഒത്തിരി ലെൻസസ് സിഗ്മയിലുണ്ടായിരുന്നു. പക്ഷേ സോണിയിലോട്ട് വന്നതിന് ശേഷം അവരുടെ അടുത്ത വെർഷൻ DG മാറ്റി DGDN സീരീസിലോട്ട് വന്നു. അപ്പോൾ DGDN മീൻസ് സോണിയുടെ മിറർലെസ് ക്യാമറകൾക്കുള്ള ഫുൾ ഫ്രെയിം ലെൻസുകളിലാണ് DGDN കൊണ്ട് സിഗ്മ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് സോണിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിഗ്മയുടെ 50mm 1.2 ആണ്. നേരത്തെ ഉണ്ടായിരുന്ന 1.2 ലെൻസസ് പ്രൈസ് ഭയങ്കര കൂടുതലായിരുന്നു. സോണി ആണെങ്കിലും സോണിയുടെ ജി മാസ്റ്റർ 50 1.2 അവൈലബിൾ ആണ്. അതുപോലെ കാനോണിൽ 1.2 ലെൻസ് അവൈലബിൾ ആണ്. പക്ഷേ അവയൊക്കെ കുറച്ച് ഭാരമുള്ള ലെൻസുകളാണ്, അതുപോലെ വലിപ്പമുള്ള ലെൻസുകളാണ്. പക്ഷേ ഈ ഒരു ലെൻസ് 50 1.2 നോട്ടത്തിൽ പെട്ടെന്ന് 50 1.2 ആണെന്ന് അറിയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ലെൻസാണ്. നേരത്തെ ഉണ്ടായിരുന്ന 50 1.4ൻ്റെ അതേ സൈസിലാണ് വന്നേക്കുന്നത്. അതുപോലെ നമുക്ക് ഡയ നോക്കുകയാണെങ്കിൽ 72 തന്നെയാണ് ഇതിൻ്റെ ഡയ വരുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന അതേ ലെൻസിൻ്റെ സൈസിലാണ് വന്നിരിക്കുന്നത്. ഭാരം പറയുകയാണെങ്കിലും വളരെ ഭാരം കുറവാണ്. 735 ഗ്രാമാണ് ഏകദേശം ഇതിൻ്റെ ഭാരം വരുന്നത്. 1.2 മുതൽ 16 വരെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ലോക്ക് അവൈലബിൾ ആണ്. ബാക്കിയുള്ള ലെൻസിലുള്ളതുപോലെ തന്നെ ലോക്ക് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമുക്കത് ഓട്ടോമാറ്റിക് മോഡ് എ എന്നൊരു സിമ്പൽ കാണാം. ഓട്ടോമാറ്റിക് മോഡിലും ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. കാനോണിൻ്റെയും സോണിയുടെയൊക്കെ ഒറിജിനൽ ലെൻസസ് പോലെ അതിലും കൂടുതൽ വിറ്റിരുന്ന ഒരു ലെൻസാണ് സിഗ്മയുടെ ലെൻസസ്. നേരത്തെ 1.4 സീരീസിൽ പലപ്പോഴും കാനോൺ ആയിരുന്ന സമയത്ത് തന്നെ സിഗ്മ ആയിരുന്നു പ്രിഫർ ചെയ്യുന്നത്. എന്നിരുന്നാലും സിഗ്മയുടെ 85 പോലുള്ള ലെൻസുകൾ വളരെ ഭാരക്കൂടുതലായിരുന്നത് കൊണ്ട് ഉപയോഗിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല കാനോൺ R സീരീസിലോട്ട് മാറിയതിന് ശേഷം സിഗ്മയ്ക്ക് R മൗണ്ട് ലെൻസസ് ഇറക്കാനുള്ളൊരു പെർമിഷൻ കാനോണിൽ നിന്ന് കിട്ടിയില്ല എന്ന് വേണം. പക്ഷേ ഈ അടുത്ത ഇടെ R സീരീസിൽ APC ലെൻസസ് സിഗ്മ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുൾ ഫ്രെയിമിലും സിഗ്മയുടെ ലെൻസസ് വരും എന്ന് പ്രതീക്ഷിക്കാം. കാരണം വില വളരെ നമുക്ക് താങ്ങാൻ പറ്റുന്ന വിലയിൽ കിട്ടുന്ന 1.4 സീരീസിലും 1.2 സീരീസിലൊക്കെയുള്ള ലെൻസുകൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഇതിനകത്തായിരുന്നു. സോണിയുടെ ക്യാമറകളിൽ ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ലെൻസുകളും സിഗ്മ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അത് തന്നെയായിരിക്കും. ഒന്ന്, വില കമ്പാരിറ്റീവ്ലി ജി മാസ്റ്റിനൊക്കെ കുറവാണ്. ജി മാസ്റ്റിൻ്റെ അത്രത്തോളം ക്വാളിറ്റി വരുന്നില്ലെങ്കിൽ പോലും വില നോക്കുമ്പോൾ ഏകദേശം പകുതി വിലയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും. ഒന്ന്. രണ്ട്, 24mm 35mm 50mm 85mm 2870 അങ്ങനെ എല്ലാ സ്റ്റെപ്പിലും സാധാരണ വീഡിയോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് ഉപയോഗിക്കുന്ന എല്ലാ മോഡലിലും ഉള്ള ലെൻസസ് സിഗ്മയിൽ അവൈലബിൾ ആണ്. ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നത് 1.2 സീരീസിലാണ്. ഈ ഒരു ലെൻസ് വന്നതോടുകൂടി ആ ഗ്യാപ്പും സിഗ്മ കവർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി തന്നെയാണ് സിഗ്മയുടെ 1.2ൽ ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ ഫോക്കസ് ബ്രീത്തിങ് കറക്ഷനും മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ഫോക്കസ് ബ്രീത്തിങ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓട്ടോ ഫോക്കസ് പറയുകയാണെങ്കിൽ ഹൈ പ്രിസിഷൻ AF സിസ്റ്റമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. HLA എന്ന് പറയുന്ന ടെക്നോളജിയാണ് സിഗ്മ ഇതിനകത്ത് ഓട്ടോ ഫോക്കസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഡയഫ്രം പറയുകയാണെങ്കിൽ 13 ബ്ലൈഡ്സ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 13 ബ്ലൈഡുകളാണ് ഡയഫ്രം വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ആക്യുറേറ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ. പിന്നെ അത്യാവശ്യം വാട്ടർ റെസിസ്റ്റാണ്, സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്, ഡസ്റ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ഇത് വെച്ചിരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുടുക്കം ഉണ്ടാവും ലെൻസിൽ. അതിൻ്റെ AF പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ആദ്യകാലത്തൊക്കെ ലെൻസിലെ കുടുക്കം ഒരു കംപ്ലൈൻ്റ് ആയി കരുതിയിരുന്നു. പക്ഷേ അത് കംപ്ലൈൻ്റ് അല്ല. ഇപ്പോൾ എല്ലാ ലെൻസിലും ഇങ്ങനെ വന്നതോടുകൂടി ആൾക്കാർക്ക് അത് മനസ്സിലായി കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ ജി മാസ്റ്റർ ഏകദേശം 2 ലക്ഷത്തിന് മുകളിൽ വരുമെന്ന് നേരത്തെ പറഞ്ഞു. ഇത് ഏകദേശം ഒരു 1,20,000 രൂപയാണ് മാർക്കറ്റിലെ പ്രൈസ് വരുന്നത്. പ്രൈസ് ഒരിക്കലും സ്റ്റഡി ആയിരിക്കില്ല, ചെറിയ വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളൊരു ഷോറൂമിൽ ചോദിച്ചിട്ട് പ്രൈസ് നിങ്ങൾ ഫൈനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ അവസരം കിട്ടുമെങ്കിൽ ഈ ലെൻസ് മസ്റ്റായിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ സ്വന്തമാക്കാൻ മറക്കണ്ട. ഓക്കെ, ബൈ.